എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂൻസങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലായിട്ട് വന്നേക്കുക. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ ടേബിളിൽ നിന്ന് യൂൻസങ്ങിനാണെങ്കിൽ ഒരു കാർഡ് കിട്ടിയില്ലായിരുന്നോ. ആ കാർഡിൻ്റെ ഷോപ്പ് ഏതാണെന്ന് തപ്പിയാൽ ഇപ്പം അവൻ വന്നേക്കുന്നത്. ആ ഷോപ്പ് കാണുന്നേ അവന് മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്ന കണക്കത്തൊരു ഷോപ്പാണ് എന്ന്. അങ്ങനെ അവന് കാര്യം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഈ ഡീഹിടുത്ത് വന്നിട്ട് പറയും, നോക്ക് നീ ഈ വീഡിയോ കണ്ടോ, നിന്നെ കാരണം ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനകത്ത് നിന്റെ ഫേസ് ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. യൂനു ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. അവനിപ്പോൾ ജർമ്മനി പോയതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ ഈ ഫൂട്ടേജ് കിട്ടാൻ. അവൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്തോ ചെയ്താന്. സത്യം പറഞ്ഞാൽ ഇവിടെ ഗ്രേസും ഈ പറഞ്ഞ ഡീഹിയും യൂൻസങ്ങും എല്ലാവരോടും പ്ലാൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഫുൾ കൺട്രോളും അവരുടെ കയ്യിൽ കിട്ടണം എന്നാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡീഹി തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയുടെ അടുത്തായിട്ട് വന്നിട്ട് യൂനുവിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് യൂനു ആണെങ്കിൽ നിങ്ങളുടെ മോനായിട്ടുള്ള ചിയോളിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ യൂനു ആണ് അത് എതിർത്ത് സംസാരിച്ചത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇത് കേട്ട ഉടനെ ചോദിക്കും, ഓഹോ അങ്ങനെയായിരുന്നോ, അവനെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിയോളാണെങ്കിൽ ചെയർമാൻ്റെ അടുത്ത് വന്നിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ തരണോ എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യുഎൻഒ പറഞ്ഞ എൻ്റെ അപ്പുറത്തോട്ട് തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ ചെയർമാൻ പറയും, നീ ആദ്യമേ യുഎൻഒ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാ, അത് കഴിഞ്ഞിട്ടല്ലേ നിൻ്റെ പ്രോജക്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്നത്. ഈ ചിയോളാണെങ്കിൽ ഈ ചെയർമാൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ഇവൻ്റെ പുറകെ ആയിട്ട് തന്നെ നമ്മുടെ ഡീഹിയും ഉണ്ട്. അവളപ്പോൾ വിചാരിക്കും ഇവനാണെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല, ഇവൻ ഇപ്പോഴും ഒരു പൊട്ടൻ തന്നെയാ എന്ന്. അപ്പം നമുക്ക് പണ്ടത്തെ കുറച്ച് ഫ്ലാഷ് ബാക്കിലെ സീനൊക്കെ കാണിക്കും. അവിടെ നമ്മുടെ ഡീഹി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഈ പറഞ്ഞ യൂൻസങ്ങിന്റെ കൂടെ തന്നെ അവിടുത്തെ ഓർഫനേജിലായിരുന്നു വളർന്നത്. അതായത് നമ്മുടെ ഈ ക്യൂൻസ് ഗ്രൂപ്പിന്റെ ഓർഫനേജില്ലേ അവിടെയായിട്ട്. ഈ ചെയർമാൻ ആണെങ്കിൽ നമ്മളുടെ ചിയോളിനെ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഊഞ്ഞാലാട്ടയൊക്കെ ചെയ്യും. ഇതെല്ലാം ദൂരെ നിന്നിട്ട് ഡീഹിയും കണ്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ ചെയർമാൻ അവിടെ നിന്നൊന്ന് മാറുന്നത് നമ്മുടെ യൂൻസങ് ആണെങ്കിലേ ഈ ചിയോളിന്റെ തലയിലായിട്ട് ഒരു ബാളെടുത്തങ്ങ് എറിയും. ഇവൻ നല്ലതുപോലെ കിടന്ന് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് നമ്മുടെ യൂൻസങ്ങിൻ്റെ കൂടെ അടി കൂടാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ ബ്രദറിൻ്റെ തലയിലായിട്ട് ബോൾ എടുത്ത് എറിഞ്ഞത് എന്ന്. എന്നിട്ട് അവൾ നമ്മുടെ ചിയോളിനെയും വഴക്ക് പറയും, അല്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പം തന്നെ കരയാൻ വേണ്ടിയിട്ടിരിക്കുവാന്ന്, കണ്ണീര് തുടക്കടാന്ന് പറഞ്ഞിട്ട് ഇവൾ അവനെ നല്ലതുപോലെ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ ആ ടൈമിലാണ് നമ്മുടെ യൂൻസങ് ആദ്യമായിട്ട് നമ്മുടെ ഹാങ്ങിനെ പരിചയപ്പെടുന്നത്. അവളുടെ പേര് ഹാങ് ആണെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. എന്നിട്ട് നമ്മുടെ ഈ ഹാങ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കരഞ്ഞോണ്ടിരിക്കുന്ന ചിയോളിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഡീഹി വന്നിട്ട് സംസാരിക്കുന്നയാ. അവളാണെങ്കിൽ നമ്മുടെ ചിയോളിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല കുറച്ചു മുന്നേ നിന്റെ അടുത്ത് വന്ന് സംസാരിച്ച ആളാരാ, നിന്റെ ഗ്രാൻഡ് ഫാദർ ആണോ? അപ്പോൾ നമ്മുടെ ചിയോള് പറയും, അതെ അതെൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ വേറെ വല്ല കൊച്ചുങ്ങളും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചിയോള് പറയും, ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ ഇപ്പോൾ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഈ ഡീഹി ആണെങ്കിൽ ചിയോളിൻ്റെ അടുത്ത് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാം. ഇത് കേൾക്കുന്നേയും നമ്മുടെ ഈ ചിയോള് പറയും, എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് വയസ്സിന് മൂത്തവരെ ഇഷ്ടമല്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഡീഹിയില്ലേ ഇവനെ കാട്ടി 5 വയസ്സിന് മൂത്തതായിരുന്നു. എന്നാലും ഇവളാണെങ്കിൽ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ചിയോളിനെ ഇപ്പം കല്യാണം കഴിച്ചേക്കുന്നത്. അവനെങ്ങാനും അറിയണം അവൻ കല്യാണം കഴിച്ചേക്കുന്നത് അവനെക്കാട്ടി 5 വയസ്സിന് മൂത്ത ഒരാളെയാ എന്ന്. എങ്കിൽ പിന്നെ നമ്മുടെ ചിയോള് ഉറപ്പായിട്ടും തകർന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരോടും ചേർന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. നമ്മുടെ ചിയോളും ഡീഹിയും എല്ലാവരും ഉണ്ട്. അവിടെയായിട്ട് നമ്മുടെ ചിയോളിൻ്റെ വാവേനെ കൊണ്ടുവരും. ഈ കുഞ്ഞിനെ കാണുന്നേ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ചോദിക്കും, എന്നാൽ ഈ കൊച്ച് നിന്റെ തന്നെ ആണോ? ഇവനെ കാണാൻ എന്ത് ഭംഗിയാ, നിന്റെ സൗന്ദര്യമല്ല എന്തായിരുന്നാലും ഇവന് കിട്ടിയേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞ് തന്നെയാണ്. എൻ്റെ വൈഫിനെയും മോനെയും എന്തിനാ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്? എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിയോളാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ വൈഫിനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറി അങ്ങ് പോകും. എന്നിട്ട് അവൻ റൂമിൽ വന്നിട്ട് അവൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ വീട്ടുകാരൊക്കെ നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതിന്. എന്തായിരുന്നാലും ഈ കുഞ്ഞ് നമ്മുടെ തന്നെയാന്ന് നമുക്ക് നല്ലതുപോലെ അറിയാലോ. ഇവൻ്റെ മൂക്ക് കണ്ട് അറിയത്തില്ലേ, എൻ്റെ മൂക്കും ഇവൻ്റെ മൂക്കും ഒരേപോലെ ഇരിക്കുന്നതെന്ന്. ഞാൻ ഉടനെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ടാകും. അതാകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും തരേണ്ട വിലയും തരും. അപ്പോൾ പിന്നെ നിന്നെ ആരും അപമാനിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ ചിയോൾ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിൻ്റെ ആ ഗ്രാമത്തിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛനും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ടേ നമ്മളുടെ ഹാങ്ങിനെ കൊണ്ടുവന്നിട്ട് അയാളുടെ ഇലക്ഷൻ്റെ ആ ഒരു പ്രചരണം നല്ല കിടിലമായിട്ടൊക്കെ നടത്തിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ഗ്രാമത്തിൽ വന്നതിന് ശേഷം ആ ഗ്രാമം ഭയങ്കര ഫേമസ് ആയി.
അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു കാറിൽ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഇവിടെയല്ലേ ആ ഫേമസ് ആയിട്ടുള്ള CEO വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചത് എന്ന്. ഇപ്പോഴാണെങ്കിൽ ആ ഗ്രാമത്തിലെ ഓരോ മുക്കിലായിട്ട് ഹാങ് വന്ന് കഴിച്ച ഫുഡിൻ്റെ സ്പോട്ടാണ്, ഹാങ് വന്ന് ഇരുന്ന സ്ഥലമാണ്. അങ്ങനെ എഴുതി വെച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സ്ഥലം ഭയങ്കര ഫേമസ് ആയല്ലോ. അങ്ങനെ നമ്മളുടെ യൂനുവിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഗെറ്റപ്പിലൊക്കെ അതിലിങ്ങനെ നടക്കുമ്പോൾ എന്തോ അവിടെ ആയിട്ടൊരു സംഭവം കാണും. നമ്മുടെ ഈ യൂനുവിൻ്റെ അച്ഛനെതിരായിട്ട് മത്സരിച്ച ഒരാളില്ലേ, അയാൾക്കാണെങ്കിൽ ആപ്പിൾ തോട്ടമാണ് ഉള്ളത്. അയാൾ എന്ത് ചെയ്യുമെന്നറിയാവോ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അയാൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഹാങ്ങിന് ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ആപ്പിൾ കഴിച്ചിട്ട് അവളവിടെ പറയും, നല്ല കിടില ആപ്പിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാ ആൾക്കാരും ഇപ്പം അയാളുടെ ആപ്പിളാണ് പർച്ചേസ് ചെയ്യുന്നത്. അയാളുടെ ആപ്പിളിനാണെങ്കിൽ നല്ല റേറ്റിങ്ങും ഉണ്ട്. ഇപ്പം ഇത് കാണുന്നത് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഭയങ്കര തകർന്നു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ കൃഷി ചെയ്യുന്നത് പിയറാണ്. അപ്പം അയാൾ വിചാരിക്കും, എങ്കിലും ഞാനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഗ്രേസ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ അവിടുത്തെ CCTV നേരെയാക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ആ വീട്ടിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അവരവിടെയുള്ള CCTV എല്ലാം ഓഫാക്കി വയ്ക്കും. ഇവരുടെ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ റൂമിലായിട്ട് ഒരു ലോക്കറില്ലേ, അതെങ്ങനെയെങ്കിലും തുറന്നിട്ട് അതിനകത്ത് എന്തുവാണെന്ന് അറിയണം. അങ്ങനെ അവരാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ ലോക്കർ കുത്തി തുറന്ന് അതിനകത്ത് എന്തുവാന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഇത് കാണുന്ന ഗ്രേസിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറെല്ലാം സെറ്റാക്കി വെച്ചേക്കുമല്ലായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ആ ഗ്രേസ് അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇതിൻ്റെ പേരിൽ നമ്മുടെ യൂനുവിനെ ഇനി നിഷ്പ്രയാസം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ കൂടെ ജർമ്മനി മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുക. ഇവർ രണ്ടുപേരും മുമ്പ് ഹണിമൂണിന് വന്നതും ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നില്ലേ. അങ്ങനെ ഇവർ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഈ ലവേഴ്സൊക്കെ ഒരു ലോക്ക് കണക്കത്തെ സംഭവം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരാണെങ്കിൽ രണ്ടുപേരും നോക്കിയിട്ട് പറയും, നമ്മൾ 3 വർഷം മുന്നേ ഇങ്ങനൊരു സംഭവം ചെയ്തില്ലായിരുന്നു, നമ്മുടെ ലോക്ക് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അവിടെ എല്ലാം തിരഞ്ഞു നോക്കും. എന്നാൽ രണ്ടുപേർക്കും ആ ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂനുവും ഹാങ്ങും കൂടി ചേർന്നിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ നടക്കുന്നേ, അവിടെ ഒരാളാണെങ്കിൽ ലക്കി ലീഫ് എന്നും പറഞ്ഞിട്ട് ഒരില ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഹാങ് വന്നിട്ട് വയ്ക്കും, ഇതെന്തുവാ സംഭവം എന്ന്. അപ്പം അയാൾ പറയും, ഈ ഇല കൈ വയ്ക്കുന്നവർക്കൊക്കെ നല്ല ലക്കി ആയിട്ടുള്ള ദിവസമായിരിക്കും ഉണ്ടാവുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അവളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ലക്കി ലീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിവിടെ ജർമ്മനി വന്ന് തന്നെ അവളുടെ മെഡിസിനും അതേപോലെ തന്നെ ആരോഗ്യമൊക്കെ നേരെയാക്കാനല്ലേ. അവൾ പറയും, നമുക്ക് നോക്കാം എനിക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഇല വാങ്ങി നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷന് മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ യൂനു ആണെങ്കിൽ ഇങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നോക്കിയിട്ട് ഇവനെ നോക്കി ചിരിച്ച് ഇവനെ തന്നെ നോക്കിക്കൊണ്ടു. പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് നമ്മുടെ ഹാങ്ങിന് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ ആ പെണ്ണിനെ നോക്കിയിട്ട് ഇംഗ്ലീഷിൽ പറയും, അതെ ഇവൻ ഓൾറെഡി മാരീഡ് ആണ്, അവൻ്റെ വൈഫാണ് ഞാനെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് നമ്മുടെ യൂനു ഒന്ന് ഷോക്കാകും. അവൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവൾ പറയും, ഇല്ല എന്തിനാ ബാക്കിയുള്ളവരൊക്കെ നിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നത്? അപ്പോൾ നമ്മുടെ യൂനു പറയും, ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ത് നല്ല ആൾക്കാരാ, അവരാണെങ്കിൽ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതെ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ടൊന്നുമില്ല, എന്നെ നോക്കി അവൾ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നീ സുന്ദരനായതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ അവൾ നോക്കിയിട്ട് പോയത്. അല്ലേലും നീ പണ്ടേ ഭയങ്കര ഫേമസ് ആണല്ലോ, നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ മോള് നിനക്ക് ലവ് ലെറ്റർ എഴുതി തന്നിട്ടില്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു പറയാം, നിനക്ക് എങ്ങനെ അവളെ പറ്റി അറിയാം? അവളുടെ പേര് സോയ എന്നാ. അവൾക്കാണെങ്കിൽ കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഹാങ് കഴിക്കും, ഓഹോ അപ്പോൾ നിനക്ക് ഇപ്പോഴും അവളെ ഓർമ്മയുണ്ട്, അപ്പോൾ നിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു അവള്. അപ്പോൾ നമ്മുടെ യൂനു പറയും, അവളെൻ്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല, അവളുടെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൾ എൻ്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ ഹാങ് പറയും, അതിന് ഫസ്റ്റ് ലവ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? നമുക്ക് ഒരാളെ കണ്ട് ഇംപ്രസ് ആയിട്ട് ദൂരെ നിന്ന് നോക്കി കണ്ടാലും മതി, നമ്മൾ പോലും അറിയാണ്ട് അയാളെ ഫോളോ ചെയ്ത് പോയാലും അതിനെയൊക്കെ ഫസ്റ്റ് ലവ് എന്ന് തന്നെ പറയുന്നത്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ യൂനു ചോദിക്കും, ആഹാ നിനക്കപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിയാം? സത്യം പറഞ്ഞോ, അപ്പം നിനക്ക് വേറെ ഏതോ ഒരാളിനെ ഇഷ്ടമായിരുന്നു, നീ എൻ്റെ അടുത്ത് എന്താ ഇതുവരെ അതിനെപ്പറ്റി പറയാഞ്ഞേ? അപ്പം നമ്മുടെ ഹാങ് പറയും, അത് പറയേണ്ടതായിട്ടൊന്നുമില്ല, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ പോകെ നമ്മൾ പലരെയും കാണത്തില്ലേ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടു, അതത്രയേ ഉള്ളൂ, അതത്ര നിസ്സാരമാണ് എന്നും പറഞ്ഞിട്ട് ഇവൾ ആ ടോപ്പിക് അങ്ങ് ചേഞ്ച് ആക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അറിയണമെന്നുണ്ട് അവളുടെ ഫസ്റ്റ് ലവ് ആരായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെയും കൊണ്ടിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അവിടെ നമ്മുടെ യൂനു പറയും, നീ എന്തായിരുന്നാലും WBCയുടെ കൗണ്ട് ഇൻക്രീസ് ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ അങ്ങാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇരുങ്ങുന്നേ തൊട്ട് പുറവേ തന്നെ അവളുടെ മുമ്പിലായിട്ടൊരു കൊച്ചു വെച്ച് ഓടുന്നത് പോലെ തോന്നും.
അവളാണെങ്കിൽ ഈ ചെറുക്കനെ കാണുന്നതും ആ ചെറുക്കനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് പകരം വേറെ ഡയറക്ഷനിലോട്ട് ഓടാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹാങ്ങിന് മനസ്സിലാവത്തില്ല ഇതാരാ എന്ന്. എങ്കിലും അവളാണെങ്കിൽ ഈ ചെറുക്കനെ ഫോളോ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിന് പുറത്തോട്ട് പോകും. കുറച്ച് നേരം കഴിയുന്നേ നമ്മുടെ യൂനുവിൻ്റെ അടുത്തായിട്ട് നേഴ്സ് വന്നിട്ട് പറയും, അതെ ഹാങ് ഇതുവരെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിട്ടില്ല, അവളെ കാണാനും ഇല്ല. അവളെ കാണാത്തതുകൊണ്ട് ഞാൻ CCTV ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അവൾ ഈ ഹോസ്പിറ്റലിന് പുറത്തോട്ട് ഓടിപ്പോയി എന്ന്. നിങ്ങൾ അവളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കര ടെൻഷനാവും. അവൻ വേഗം തന്നെ നമ്മുടെ ഹാങ്ങിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഓടും. അവനും മനസ്സിലാവാതില്ല ഹാങ്ങിനിപ്പോൾ എന്താ സംഭവിച്ചത്, അവളിപ്പോൾ എവിടെയാ പോയേക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആൾക്കൂട്ടം കാണും. യൂനു ഭയങ്കരമായിട്ടും പേടിച്ചു. അതും ഇതേണക്ക് ഹോസ്പിറ്റലിൽ ഡ്രസ്സ് ഇട്ടൊരു പെണ്ണിങ്ങനെ കിടക്കുമായിരുന്നു. അവൻ വേഗം തന്നെ വന്ന് ആൾക്കാരെയൊക്കെ മാറ്റി നോക്കുമ്പോൾ എന്തുവാ അത് ഹാങ് അല്ല, പകരം വേറെ ഏതോ പെണ്ണാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിൻ്റെ പുറകിൽ നിന്ന് ഹാങ് വന്നിട്ട് പിടിക്കും. ഹാങ്ങിനെ നമ്മുടെ യൂനു അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെ പോയേക്കുമായിരുന്നു, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയാവോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിന് ഇപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ഹാലുസിനേഷനൊക്കെ വരുന്നുണ്ട്. അവൾ ഫോളോ ചെയ്ത് പോയ ചെറുക്കൻ വേറെ ആരുമല്ല, അവളുടെ മരിച്ചുപോയ ചേട്ടൻ തന്നെയായിരുന്നു. പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് പണ്ടാണെങ്കിൽ നമ്മുടെ ഹാങ്ങിന്റെ ഫാമിലി ഉണ്ടല്ലോ, അവരാണെങ്കിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐലൻഡിലായിട്ട് വരും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒരു ബോട്ടിലായിട്ട് ഇരുന്ന് കളിക്കുമായിരുന്നു. എന്ത് പറ്റിയിട്ടാണെന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ ആ ബോട്ട് തകർന്നിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ അങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോവും. അവൾ മരിക്കുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കാൻ വരുന്ന അവളുടെ ബ്രദറായിട്ടുള്ള സിയോങ് തന്നെ. അവൻ വന്നിട്ട് നമ്മളുടെ ഹാങ്ങിനെ രക്ഷിച്ച് മുകളിലായിട്ട് കൊണ്ടുവരും. നമ്മുടെ ഹാങ്ങിന് ബോധം വന്ന് കണ്ണുറന്ന് നോക്കുമ്പോൾ എന്തുവാ അവളുടെ ആയിട്ട് അവളുടെ ബ്രദർ മരിച്ചു കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ ഹാങ്ങിനെ വെറുക്കാനായിട്ട് തുടങ്ങിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അതേപോലെ തന്നെ നമ്മുടെ ഹാങ്ങും വിശ്വസിക്കുന്നത് അവളുടെ ബ്രദർ മരിക്കാനുള്ള മെയിൻ റീസൺ അവളാണ് എന്ന ആ ഒരു ട്രോമ ഇപ്പോഴും നമ്മളുടെ ഹാങ്ങിൻ്റെ മൈൻഡിലായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവൾ പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, ഞാൻ കാരണമാണ് എൻ്റെ ചേട്ടൻ മരിച്ചു പോയത്, ചേട്ടൻ്റെ ജീവനാ എനിക്ക് തന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കും, നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, നടക്കേണ്ടത് എന്തായിരുന്നാലും നടക്കും. നീ ഇപ്പം അതാലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നിന്റെ ചേട്ടൻ മരിച്ചതും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അതിൻ്റെ പേരിൽ നീ ഗിൽറ്റിയായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂനു അവളെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ ആ SD കാർഡ് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്തിട്ടില്ലായിരുന്നോ, ആ ഷോപ്പുകാരനെ വിളിക്കുന്നതാണ്. എങ്കിൽ അവന് ഫോൺ കണക്ട് ആവത്തില്ല. ആ ഷോപ്പുകാരനാണെങ്കിൽ ഇപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്നേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ യൂൻസങ് വന്നായിരുന്നല്ലോ. അവനാണെങ്കിൽ ആ SD കാർഡും എടുത്തിട്ട് പോയി. എന്നിട്ട് അവനാണെങ്കിൽ ഇയാൾക്ക് കുറേ പണവും കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിലാവുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനു ഇതൊന്നും അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ചെയർമാനെ ഇംപ്രസ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു വലിയ പെയിൻറ്റിങ് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ ചെയർമാന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛൻ വന്നിട്ട് ചെയർമാൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫിനാൻഷ്യൽ ടീമിലുള്ള ഹെഡായിട്ടുള്ള ഒരാൾ ഇല്ലീഗലായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിരിക്കുകയാണ്. പോരാത്തനി ഇക്കാര്യമെല്ലാം ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കുറേ കമ്പനികളില്ലേ, അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇതങ്ങാണ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോകും എന്നൊക്കെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ ചെയർമാൻ പറയാൻ തുടങ്ങും, എന്നാലും ഇക്കാര്യം എങ്ങനെ പുറത്ത് ലീക്കായത്, എനിക്കതാണ് മനസ്സിലാവാതെ. അതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നമ്മളുടെ ചാരനായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മളത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ഇരുന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ അയാളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുന്നതാണ്. അവരാണെങ്കിൽ ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്സിഡൻ്റലി ഒരു സംഭവം എടുത്ത് താഴെ ഇട്ടിട്ട് അവരത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവിടെ ആ ചെയർമാൻ്റെ അടുത്ത് പറയും, നോക്കിയാണെങ്കിൽ നമ്മളുടെ ടേബിളിൻ്റെ അടിയിലായിട്ട് എന്തോ ഒരു മൈക്ക് പോലത്തെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ചെയർമാൻ ഭയങ്കര ഷോക്കായി പോകും. അയാൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ടെക്നിക്കൽ ടീമിനെയൊക്കെ വിളിച്ചിട്ട് അവിടെയുള്ള വീട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയും, മര്യാദയ്ക്ക് ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം എന്ന്. അങ്ങനെ ടെക്നിക്കൽ ടീം വന്നിട്ട് അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കും. അവസാനം സെർച്ച് ചെയ്ത് എത്തിപ്പെടുന്നത് നമ്മളുടെ യൂനുവിൻ്റെ റൂമിൽ തന്നെ. അവൻ്റെ റൂമിൽ നിന്ന് ആ ട്രാൻസ്മിറ്ററിൻ്റെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കര ഷോക്കാകും. അവർ പറയും, എങ്കിലേ യൂനു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അവൻ നമ്മളുടെ ഫാമിലീനെ ചതിക്കുമായിരുന്നോ എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻസങ്ങിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ ഇതെല്ലാം അവിടെ ഒരു ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ക്യാമറ എവിടെ വെച്ചേക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഇപ്പോൾ ഈ ചെയർമാന് ഒരു വലിയ പെയിൻറ്റിങ് കൊടുത്തില്ലേ, അങ്ങേരെ കണ്ണിനകത്തായിട്ട് തന്നെയാണ് ഇവൻ ക്യാമറ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഈ യൂൻസങ്ങും അതേപോലെ തന്നെ ഗ്രേസും കൂടി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.